കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 11/8/2024 ഞായറാഴ്ച വീട്ടിലെ സഭായോഗം എന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥനയിൽ ആയിരിക്കാൻ കർത്താവ് ഈ ഭവനാന്തരീക്ഷത്തിൽ തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ ആത്മീയമായി ഉണർത്തി കർത്താവിൻ്റെ വരവിൽ നിർത്തുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ. ലോകമെമ്പാടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനും നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. എങ്കിൽ തന്നെയും 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്, ഈ വൻകരകളിൽ 7 വൻകരകളിലും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 262 രാഷ്ട്രം, 6500 ഭാഷ, 850 കോടി ജനം ലോകത്തിൽ. അതിലെ ഏറ്റവും കൂടുതൽ ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 145 കോടി. ചൈനയെ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓവർടേക്ക് ചെയ്തു. സ്തോത്രം 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 സ്തോത്രം. ഓരോ 100 വർഷവും ഈ ലോകത്ത് മാരകമായ പകർച്ചവ്യാധികൾ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് ശാസ്ത്രം. ഓരോ 100 വർഷം അത് കോടിക്കണക്കിന് ജനത്തെയും കൊണ്ടേ പോകുന്നു. അങ്ങനെ എന്തുകൊണ്ടും നോക്കിയാൽ ഈ ലോകം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഇത് അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. യാദൃച്ഛികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഒരു രാഷ്ട്രത്തലവൻ പറയുന്നു, ഞാൻ എല്ലാവരും ചുട്ടരിക്കുമെന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ആഗ്രഹം പറയുന്നത്, അത് നടക്കില്ല. വേറൊരുത്തം പറയുന്നു, ഞാൻ എല്ലാത്തിനെയും ശരിയാക്കി കളയും, ഞാൻ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കും. അലക്സാണ്ടർ ചക്രവർത്തി അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ പലതും 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 ഈ മഹാരഥന്മാർ പറയുന്നുവെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമാണ്. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് വിഡ്ഢികളുടെ വിഡ്ഢികൾ. കാരണം അവർ വചനം പഠിക്കാത്തത് കൊണ്ടാണ്, ദൈവവചനം പഠിക്കാത്തത് കൊണ്ടാണ്, ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണെന്നും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും ദൈവഹിതപ്രകാരമാണെന്നും നമ്മൾ പഠിക്കണം. സ്വതന്ത്രം. ഈ ലോകത്തിൽ നമുക്ക് യഹൂദനെ നോക്കിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് പഠിക്കാൻ കഴിയും. യഹൂദനാണ് കലണ്ടർ. ആ കലണ്ടർ അനുസരിച്ചാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഈ പാസ്റ്റർമാർ ഇതൊക്കെ പറയുമായിരുന്നു. ഇന്നത്തെ പാസ്റ്റർമാരൊന്നും അധികമൊന്നും അങ്ങനെ പറയാറില്ല. പക്ഷെ ഞാൻ ഈ പിതാക്കന്മാരിൽ നിന്നൊക്കെ ഉപദേശം കേട്ട് പഠിച്ചത് കൊണ്ട് എനിക്കതിനെക്കുറിച്ചൊക്കെ കുറഞ്ഞ ഒരു അറിവുണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഗതിവിഗതികൾ ദൈവവചന വ്യവസ്ഥപ്രകാരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1-ാം ലോകമഹായുദ്ധം നടന്നത് ഇസ്രയേലിന് വേണ്ടിയായിരുന്നു. 2-ാം ലോകമഹായുദ്ധം നടന്നതും ഇസ്രയേലിന് വേണ്ടിയായിരുന്നു. 3-ാം ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നതും ദൈവവചന വ്യവസ്ഥപ്രകാരമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ചെതറിക്കിടന്ന യഹൂദനെ കൂട്ടിച്ചേർക്കാനാണ് ഈ യുദ്ധങ്ങളൊക്കെ നടന്നത്. ഇനി ഇസ്രയേലിനെതിരെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായം പഠിക്കുമ്പോൾ ഗോഗും മാഗോഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള പടക്കോപ്പുകൾ നിരത്തിക്കൊണ്ടിരിക്കുക, ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങൾ നടന്നു. കോടികൾ കണക്കിന് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇനി ഒരു 3-ാം ലോകമഹായുദ്ധം നടന്നാൽ ജീവന്റെ തുടിപ്പ് ഭൂമിയിൽ കാണില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധ നിരീക്ഷകർ പറയുന്നത്, അറിവുള്ളവർ പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു 3-ാം ലോകമഹായുദ്ധം നടക്കുന്നതിന് മുൻപ് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും.
അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവസഭ മാറ്റപ്പെടുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ എന്ത് ചെയ്യും? പറന്നു പോകും. അല്ലല്ലേ? അതിനുള്ള സമയമായി. നമ്മുടെ വീട്ടുകാരെയും നോക്കി, നമ്മുടെ നാട്ടുകാരെയും നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി. ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു കേട്ടു, ഒരമ്മ ഉപവസിക്കുക. അപ്പോൾ ആരോടും ചോദിച്ചു, വീട്ടിലൊരു അമ്മ വീട്ടിൽ വന്നതാ, ഇരുന്നല്ല രാശിമട്ട് വന്നതാ. അപ്പോൾ ഒരു വിശ്വാസ കുടുംബമാണ്. അപ്പോൾ അമ്മ കഴകരം കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുക. എന്തിനാ ഉപവസിക്കുന്നത്? അത് എൻ്റെ കുഞ്ഞ് എക്സാം എഴുതുകയാണ്. ഫൈനൽ എക്സാമൊന്നുമില്ല, അതിൻ്റെ ഇടയിലുള്ള മിഡിൽ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് അവന് തോറ്റുപോയാൽ ശരിയാകത്തില്ല, അവനോട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പാസ്റ്റർക്ക് അത് കേട്ടപ്പോൾ വലിയ വിചിത്രമായിട്ട് തോന്നി. ഒരു കുഞ്ഞിൻ്റെ എക്സാമിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ ആത്മീയരാകാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ മേലും നിങ്ങളുടെ സന്തതികളുടെ മേലും നിങ്ങളുടെ ആത്മാവിനെ പകരുമെന്ന് ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി തോന്നി. പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആത്മീയരാകാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങി പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? വീട്ടിലെ കുടുംബാംഗങ്ങൾ ദൈവമക്കളായി തീരാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? പരീക്ഷ എഴുതി ജയിക്കാനും, തോട്ടം വാങ്ങാനും, കല്യാണം നടത്താനും, വിസയ്ക്ക് വേണ്ടിയും വണ്ടിക്ക് വേണ്ടിയും ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തലയെറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യരാണ് ഇന്ന് ഭൂമിയിലുള്ളത്. എനിക്ക് അവരോടൊരു വാക്ക്, കർത്താവിൻ്റെ വരവായി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിൻ്റെ വരവിൽ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കനത്ത നഷ്ടമായിരിക്കും കർത്താവിൻ്റെ വരവ്. എൻ്റെ അർത്ഥം കൈവിടപ്പെട്ടു പോകും, ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കൊരു ആശ്വാസത്തിന് വകയുണ്ട്. യദുക്രിസ്തു എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളെ വന്ന് ചേർക്കും. അതോടെ നിങ്ങളുടെ ചീട്ട് കീറിയിരിക്കും. ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം അന്ന് ഉണ്ടാകും. ഇനി അത് മാത്രമല്ല, ഞാൻ വെളിപ്പാട് പുസ്തകത്തിലൂടെ ചില പ്രധാന ദൂതുകളൊക്കെ ഈ ദിവസങ്ങളിൽ സ്തോത്രം പ്രാപിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ വായിച്ചിങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ സ്തോത്രം, മരണം അന്വേഷിക്കും, മരണം കൊതിക്കും. ദൈവമാക്കി വെച്ച ആ വെട്ടുക്കിളിയുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ, അതാണ് ആ പറയുന്നത്, ആ 9-ാം അധ്യായം പറയുന്നത്. 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ കുത്തുന്നത് പോലെ, മനുഷ്യനെ കുത്തുന്നത് പോലെ വേദന പോലെയാ തന്നെ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, മരണം കൊതിക്കും. മരണം അന്വേഷിക്കും, മരിക്കാൻ കൊതിക്കും. പെന്തക്കോസുകാരെ ഇത് കേട്ടോണം. ഒത്തുകൊടുത്തോണ്ട് ഞായറാഴ്ച പായിയ സഭായോഗത്തിന് എന്തിനാ? സങ്കീർത്തനവും കേട്ട്, കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ, പാസ്റ്ററിന്റെ വിദേശയാത്രയുടെ വിവരണം, ഇതൊക്കെ കേട്ടു പോകുന്നവർ നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരണം അന്വേഷിക്കും, മരണത്തിന് കൊതിക്കും. ചില നല്ല നല്ല ആഹാരങ്ങൾ തിന്നാനൊരു കൊതിയാ, ബിരിയാണിയോ അതുപോലുള്ള നല്ല ഫുഡൊക്കെ കഴിക്കാൻ നമുക്കൊരു കൊതിയുണ്ട്. സാധാരണ എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നു. അതുപോലെ കൊതിക്കും, മരണത്തിന് കൊതിക്കും, മരണത്തെ അന്വേഷിക്കും. കാരണം അതുപോലെയുള്ള സംഭവ ഇതിഹാസങ്ങളാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഇന്നലെ അത് പറഞ്ഞു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പതിവായിട്ട് യാത്ര ചെയ്യുന്നവർക്ക്, എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് എയർ ഹോസ്റ്റസ് കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അവരിത് എപ്പോഴും കേട്ടതാണ്. അതുപോലെ ഇന്ന് പെന്തക്കോസ്തുകാർ വചനം കേട്ടങ്ങ് തഴമ്പിച്ച് കിടക്കുക. എന്നാൽ പ്ലെയിൻ പറന്ന് പൊങ്ങിക്കഴിഞ്ഞതിന് ശേഷം പൈലറ്റ് ഒരു അനൗൺസ്മെൻ്റ് നടത്തും. നമ്മൾ 5000 അടി പൊക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്ലെയിനിൻ്റെ എൻജിന് ഒരു തകരാറ് വന്നു. 2 എൻജിനുള്ളതിൽ ആ തകരാറ് വന്ന എൻജിൻ ഓഫ് ചെയ്ത് നല്ല എൻജിനിലേക്ക് നമ്മുടെ ഫ്ലൈയിങ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻജിൻ്റെ പ്രവർത്തനത്തിലൂടെ. എന്നാൽ ആ എൻജിനും ചില റെഡ് സിഗ്നൽ കാണിക്കുന്നുണ്ട്, തകരാറാണെന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ജാഗരൂകരായിരിക്കുക, എല്ലാവരും മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ് എന്ന് ഒരു പൈലറ്റിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് വന്നാൽ എല്ലാവരും വിറയ്ക്കാനിടയായി. കാരണം എന്താ, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മരണമായിരിക്കും മുമ്പിൽ.
ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണെന്ന് അങ്ങ് വെച്ചോ. കാരണം ഇങ്ങനെയൊക്കെ ആഴത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരൊക്കെ പറയുന്നവർ വളരെ കുറവാണ്. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെറിയ ശേഷിപ്പ് അവിടെ കിടപ്പുണ്ട്. അതിലൊന്നാണ് ഞാൻ. നമുക്കിനി ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള സമയങ്ങൾ ലഭിച്ചു എന്ന് വരികയില്ല. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം തീരും ഒറ്റയടിക്ക്. അതിനു മുൻപ് സഹോദരങ്ങളെ, ദൈവവചനം അനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് കൈകൂപ്പി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. ടൈം ഈസ് ഷോർട്ട്. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇതൊക്കെ പൗലോസിന്റെ ഉപദേശങ്ങളാ. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് കാണുന്ന യുദ്ധം, ബംഗ്ലാദേശിന്റെ തകർച്ച, നാളെ ഒരു ഇന്ത്യ, നാളെ ഒരു ബംഗ്ലാദേശ് പോലെ ആയിത്തീരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. മത തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന സർക്കാരും സംഘടനകളുമാണ് നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയല്ല. തീവ്രവാദികളെ ശക്തമായി എതിർക്കുന്ന ഒരു ഗവൺമെന്റ്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തീവ്രവാദ ഗ്രൂപ്പുകൾ നമ്മുടെ രാജ്യത്തിലുണ്ട്. ഇസ്രയേലിൽ തീവ്രവാദികൾ കയറി ആക്രമണം നടത്തിയപ്പോൾ ചുണക്കുട്ടിയായ ഇസ്രയേൽ എന്ത് ചെയ്തു? അടിച്ചവരെ തകർത്തുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്താണ് ഈ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. തീവ്രവാദികളുടെ തേർവാഴ്ചയായിരിക്കും ചിലപ്പോൾ. നമ്മുടെ പട്ടണങ്ങളിലുണ്ട്. കൊച്ചി പട്ടണത്തിലുണ്ട്. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിന്റെ 14 ജില്ലകളിലുമുണ്ട് ഈ തീവ്രവാദ സംഘങ്ങൾ. അവർ തലപൊക്കാതിരിക്കാൻ വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തോട് നിലവിളിക്കണം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് കണ്ട ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യമില്ല. ദേശത്തിന് സൗഖ്യമില്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, മുഴങ്കാലിലുള്ള പ്രാർത്ഥനയാണ് ദേശത്തിന് സൗഖ്യമെന്ന് ഓർത്തുകൊള്ളണം. യെഹെസ്കേൽ പ്രവാചകൻ പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ദേശത്തിൻ്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു യെഹെസ്കേലിനെ. യെഹെസ്കേലിനെ മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മുഴുവൻ ദൈവത്തിൻ്റെ ദേശത്തിൻ്റെ കാവൽക്കാരാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ്, പുരോഹിതന്മാരാണ്. സ്തോത്രം. അവർ ഈ ജനത്തിന് വേണ്ടി ഇടവിൽ നിന്ന് കരയണം. യിരെമ്യാ പ്രവാചകൻ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ചാൽ ജനം ആത്മീകമായി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പ്രവാചകനോട് പറയുന്നുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കൊലുക്കുകയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ആത്മീക ശിശുക്കൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ദൈവവചനമാണ് അവരുടെ ആത്മീക ആഹാരം. അത് കിട്ടാതെ ജനം, ആത്മീക ശിശുക്കൾ മരിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ ഗോളത്ത് നടക്കുന്ന ഒരു വലിയ ദുരന്തം ഞാൻ ആത്മാവിൽ പറയുക. വിശ്വാസികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ശരീരത്തെ പോറ്റിപ്പുലർത്താനുള്ള ഭക്ഷണം 3 നേരം മൂക്കുമുട്ട തിന്നുന്നുണ്ട്, തിന്നോക്കാനം വയ്ക്കുന്നുണ്ട്. ആത്മീയ ആഹാരം കിട്ടുന്നില്ല. കണ്ട പുഴുക്കും ചപ്പും ചവറും ഒക്കെ അവർ തീറ്റിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഇടപെടുന്നത്. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അത് തന്നെ. 1 പത്രോസ് 5-ാം അധ്യായം ശുശ്രൂഷകന്മാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പത്രോസെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ജനത്തിന് ആവശ്യമായ ആത്മീയ ആഹാരം കൊടുത്ത് അവരുടെ ശൈശവാവസ്ഥയിൽ നിന്ന് അവരെ വളർത്തിയെടുത്ത് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് അവരെ നടത്തുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആൾ കാണത്തില്ല. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തി വായിച്ച പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ഒരു കൂട്ടുമൂപ്പൻ.
റവറൻറ്റും ഡോക്ടറും ഒന്നും അല്ല പത്രോസ്. പത്രോസ് ആരാ? ഒരു കൂട്ടുമൂപ്പൻ. ഇന്ന് കൂട്ടുമൂപ്പന്മാരില്ല, എല്ലാം റവറൻറ്റുമാരും ഡോക്ടർമാരും, പിന്നെ PhD എടുത്തവരും CTH BTH എന്നും പറയണ്ട. എൻ്റെ പൊന്നെ പാസ്റ്റർമാരെ, നിങ്ങളുടെ ആ വീട്ടിൽ ഈ പേരൊന്നും എഴുതി വെക്കരുത്. സാത്താൻ കയറി നിരങ്ങും നിങ്ങളുടെ കുടുംബത്തിൽ. ഹല്ലേലൂയ. ഒരു കൂട്ടുമൂപ്പൻ. പൗലോസ് പറയുന്ന ഒരു ചാപിള്ള, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മാസം തികയുന്നതിന് മുൻപ്, സമയം തികയുന്നതിന് മുൻപ് പ്രസവിച്ചിട്ടൊരു ചാപിള്ളയെ പോലെയാണ്. ഒരു ഗുണമില്ല എനിക്ക്. ഞാനാകുന്നത് കൃപ. ഒരു കൂട്ടുമൂപ്പൻ. അനേക മൂപ്പന്മാരുള്ളതിലൊരു മൂപ്പൻ, ഒരു അധ്യക്ഷൻ, ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ എന്നൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ മുമ്പിലുള്ള BD CD GD ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കരുത് ദൈവത്തെ ഓർത്ത്. ഞാൻ ഈ ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചർച്ചിലെ ഒരു പാസ്റ്റർ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ സംഘടനയുടെ ഹെഡിൻ്റെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ സംഘടന പാസ്റ്റർ, ഞാൻ സംഘടനയും പാസ്റ്റർമാരുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെച്ച് എൻ്റെ മുമ്പിൽ എൻ്റെ ഡിഗ്രിയൊക്കെ എഴുതി വെച്ചേക്കും. അപ്പോൾ ഈ പുള്ളി കൊണ്ട് ചോദിച്ചു, പാസ്റ്റർ ഈ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. കാരണം നമ്മൾ ടീച്ചിങ് കേട്ടോണ്ടിരിക്കുകയല്ലേ. അത് നമുക്ക് പിന്നെ സംസാരിക്കാം, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു പുള്ളി സ്ഥലം വിട്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. കാരണം ചോദ്യം ചെയ്യുമ്പോൾ അവർക്കത് പിടിക്കത്തില്ല. ഞാനാകുന്നത് കൃപയാൽ, ഞാൻ ഏതുമില്ല. പത്രോസ് പറ കൂട്ടുമൂപ്പൻ. ഹല്ലേലൂയ. ഒരു സഭയുടെ അധ്യക്ഷൻ, ഒരു ശുശ്രൂഷകൻ, ഒരു എളിയ ദൈവദാസൻ, ഒരു പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ മതി. വലിയ പ്രശസ്തിയും പേരൊന്നും എടുക്കണ്ട. നിങ്ങളിലുള്ള മൂപ്പന്മാരുടെ ഒരു കൂട്ടുമൂപ്പൻ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി, കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ നേരിൽ കണ്ടവൻ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ സത്യം, ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. പത്രോസും യോഹന്നാനും യാക്കോബും പൗലൂസും ഒക്കെ ഉപദേശം എഴുതുമ്പോൾ അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും ഒക്കെ അവരെഴുതുന്നത്. അല്ല, ഇന്നത്തെ പോലെയുള്ള അപ്പോസ്തലന്മാരല്ലവരെ. അതിനാണ് അവരെക്കുറിച്ച് പറയുന്നത് അവർ ആദിമ അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് ആദിമ അപ്പോസ്തലന്മാർ. കർത്താവിൻ്റെ കൂടെ നടന്ന് തിന്നു കുടിച്ച് നടന്ന് കർത്താവ് ചെയ്തത് കണ്ടു തൊട്ടു നോക്കി അനുഭവ സമ്പത്തുള്ളവർ. യോഹന്നാനെയും പത്രോസിനെയും കുറിച്ച് പറയുന്നു പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ, ഒരു പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടിയായിരുന്നു, കർത്താവിനോട് കൂടെ നടന്നവരാ. ഇന്ന് ആരാ ഉള്ള കർത്താവിനോട് കൂടെ നടന്നത്? കർത്താവ് എഴുതി വചനമെങ്കിലും കുറഞ്ഞ പക്ഷം പഠിപ്പിക്കുന്ന ആരാ ഉള്ളത്? ഉണ്ട്. അവർക്കായി സ്തോത്രം. അങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ. കൂടെ നടന്നവരാ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷി, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളി. എന്തോ ഇതിൻ്റെയൊക്കെ അർത്ഥം? തേജസ്സിന്റെ ശരീരം ഞങ്ങൾക്ക് കിട്ടുമെന്ന് പത്രോസ് അവിടെ പറയുക. ഇന്നൊരു വിശ്വാസിയോട് ചോദിച്ചാൽ എന്തിനാ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട എന്തിനാ, ഞാൻ എൻ്റെ കഷ്ടതയൊക്കെ കർത്താവ് മാറ്റി ഞാൻ സുഖലോലുപനായിട്ട് ജീവിക്കാനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. നല്ലൊരു ജീവിതം ഈ ഭൂമി നയിക്കാനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അല്ല സഹോദര, നീ രക്ഷിക്കപ്പെട്ടത് ആദാമ്യ പാപം നിമിത്തം നഷ്ടമായ ദൈവ തേജസ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതായി പത്രോസ് കൂടെ പറയുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആ ഞരക്കമുണ്ടോ? എന്ത് തിന്നാനില്ല, കുടിക്കാനില്ല, ഇറച്ചിയില്ലെങ്കിലുള്ള ഞരക്കം. എല്ലാ ആഴ്ചയിലും ഇറച്ചി തിന്നുന്ന വിശ്വാസികൾക്ക് ഒരു ആഴ്ച ഇറച്ചി കിട്ടിയില്ലെങ്കിൽ എന്താ ഭയങ്കര വിഷമം. അതല്ല ഇവിടെ പറയുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചു.
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണും. ഹല്ലേലൂയ. ആ തേജസ്സിനെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുന്നു. അപ്പൊ ആട്ടിൻകൂട്ടം ആരെയാ? ദൈവത്തിൻ്റെ. ഇന്ന് ഓരോരുത്തർ കുറെ ആൾക്കാർ ആട്ടുകൂട്ടത്തെ കൊണ്ടുപോകണം. അവരവരുടെ ആട്ടുകൂട്ടം, സ്വന്തം ആട്ടുകൂട്ടം കാരണം അവർ തന്നെ കുടിക്കുകയാണ്. അതിന് 30, 40, 50, 100, 2000, 3000, 4000, 5000, 8 ലക്ഷം വരെ കണക്ക് പറയുന്നുണ്ട് ഇവിടെ ഓരോരുത്തർ. എന്നാൽ തമിഴ്നാട്ടിൽ ഒരു പാസ്റ്റർ വന്ന് ഒരു പാസ്റ്റർ സെമിനാറിന് വന്നപ്പോൾ കേരളത്തിൽ നിന്നൊരു പാസ്റ്റർ അവിടെ ചെന്നു. 300 പേരെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വിശ്വാസികളുണ്ട്? എനിക്ക് 300 താൻ ഇറുക്ക്, എനിക്ക് 5000 ഇറുക്ക്, അണ്ണക്ക് 8000 ഇറുക്ക്. 5000, 8000 ഉണ്ടെന്ന്. എന്തിനാണത്? മണി മണി മണി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ള ആള് ഇപ്പോൾ കർത്താവ് പറഞ്ഞനുസരിച്ച് 2 or 3 പേർ കൂടിയുള്ള മധ്യത്തിൽ ഞാൻ 2 or 3 10 പേരെ കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുമെന്ന് പാസ്റ്റർ ചോദിച്ചത് ഇപ്പോഴും ഓർത്തുപോയി. ഒരു 10 പേരെ ഒരുക്കിയെടുത്ത് നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണെന്നാ പുള്ളി പറയുന്നത്. ഞാനൊരു സെക്കൻഡ് അഭിപ്രായത്തെ ഒരു 10 പേരെ ഒരുക്കിയെടുത്ത് നിത്യതയെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് ഇവിടെ 100, 500, 1000, 2000 ഇതൊന്നും എങ്ങും ചെല്ലാൻ പോകുന്നില്ല. എല്ലാം ഇവിടെ കിടക്കും. കാരണം എന്താ? ഇവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണ്ടേ? ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തണം. നിങ്ങളുടെ വിചാരയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അപ്പൊ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. എന്ത് കൊടുത്ത് മേയിക്കണം? വൈക്കോലിട്ട് കൊടുക്കണം, പുല്ലിട്ട് കൊടുക്കണം. ഈ ദൈവവചനം കൊടുത്തവരെ ഭക്ഷിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്തി ആത്മാവില് ആരാധിച്ചും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തും ദൈവവചനം ഭക്ഷിച്ചും പുതിയ നിയമ വിശ്വാസി വളർന്നുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ വരവിന് വേണ്ടി. അങ്ങനെയാ മേയിക്കുന്നത്. 66 പുൽമേടകൾ ഉള്ളതിൽ ഈ 66 പുൽമേടകളിൽ നിന്നും ആവശ്യമായ പുല്ലുകൾ അവർക്ക് ചെത്തിക്കൊടുത്ത് അവരെ ഭക്ഷിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയിലേക്ക് അവരെ നടത്തി ആ ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും നിലനിർത്തി ജീവിപ്പിച്ച് അവരെ ആത്മീയ വളർച്ചയിലും ആത്മീയ വർധനവിലും ആത്മീയ വളർച്ചയിലും ആത്മീയ നിറവിലും അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്ന ഒരു മഹത്തരമായ ശുശ്രൂഷയാണ് ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. അതാ ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. ദൈവവചനം എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അപ്പം വചനം പ്രസംഗിച്ചാണ് നടത്തേണ്ടത്. ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദിപ്പിച്ചും അവരുടെ കയ്യിലുള്ള കാജെല്ലാം അടിച്ചു മാറ്റി അവരെ നരകത്തിൽ കൊണ്ട് തള്ളിക്കളഞ്ഞ് അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ ചിത്രം ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഈ ദൂത് വിളിച്ചു പറയുന്നത്. അവരെ ദൈവവചനം പ്രസംഗിച്ച് നടത്തണം. പുതിയ നിയമവിശ്വാസിയുടെ ആത്മീയ ആഹാരം ദൈവവചനമാണ്. പഴയ നിയമത്തിലുള്ളതൊക്കെ തന്നെയാണ്. സ്വത്രം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇസ്രായേൽ നിരസിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള കുറ്റ്. അത് തന്നെയാണ് പുതിയ നിയമസഭയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ബാംഗ്ലൂരൊക്കെ കുറെ യുവ സഹോദരങ്ങൾ നല്ല ഒന്നാന്തരം ഇവർക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇവന്മാർക്ക് വല്ലതും സിനിമയിലും വല്ലതും സീരിയലിലൊക്കെ അഭിനയിക്കാൻ പറ്റും. എന്തിനീ ജനത്തെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നു? നല്ല നല്ല സഹോദരന്മാർ ഇവിടെ വചനമെടുത്ത് പ്രസംഗിച്ചവരെ നടത്തേ. സ്വതന്ത്രം. അവിടെ കുടുംബജീവിതം, അവിടെ സമൂഹ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ അവർ വചനത്തിലൂടെ വളർത്തിയെടുക്കേ. സ്വത്രം. അതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനെന്നല്ല വചനം ആഗ്രഹിക്കുന്നത്. അതല്ലേ അവിടെ കുടുംബജീവിതം അങ്ങനെ ആയിരിക്കണം, സമൂഹ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഭാര്യമാരോടുള്ളത്, ഭർത്താക്കന്മാരോടുള്ളത്, മക്കളോടുള്ളത്, പിതാക്കന്മാരോടുള്ളത്, ദാസന്മാരോടുള്ളത്, ദാസിമാരോടുള്ളത്, യജമാന്മാർക്കുള്ളത്. ഇതൊക്കെ ഉപദേശങ്ങളല്ലേ?
നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളല്ലേ ഈ അപ്പോസ്തലന്മാർ നമുക്ക് തരുന്നത്. ഒരു സഭായുഗത്തിൽ വന്നാൽ സഭായോഗം എങ്ങനെ ആയിരിക്കണമെന്ന് വേദപുസ്തകത്തിലില്ലേ? അവിടെ എന്ത് പ്രസംഗിക്കണമെന്നില്ലേ? അവിടെ ആര് പ്രസംഗിക്കണമെന്നില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് പറയുന്ന ഗൗരവമായിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം അതാരാണ്? സഭയിലെ അംഗങ്ങൾ. അവരെ ദൈവവചനം പ്രസംഗിച്ച് നടത്തണം. ഊതിയിട്ടും ഒന്തിയിട്ടും കുറപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും അല്ല നടത്തേണ്ടത്. ഇന്ന് കാണുന്ന ഈ പൈശാചികമായ ഉപദേശ രീതികളെ ദൈവസഭ വിട്ടൊഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികൾ അതിൽ നിന്നൊക്കെ അടർന്നു മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരുത്തൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? നിക്കോദിമോസ്. അദ്ദേഹത്തിന്റെ ചോദ്യം, നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഒത്തിരി അങ്ങ് പുകഴ്ത്തി പറയുക. അപ്പൊ പുള്ളി വിചാരിച്ചു ഇതൊക്കെ കഴിയുമ്പോൾ കർത്താവ് ഇവനെ ഒന്ന് പൊക്കുവന്നു. കർത്താവ് ഒരു, നീ വെള്ളത്താലും ആത്മാവിനാ, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പിന്നെ കർത്താവ് ഉപദേശങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തേക്ക് പോകണമെങ്കിൽ, ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ, സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ ഈ ദൈവസഭയുടെ ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അല്ലാതെ ഇത് നടക്കില്ല. ഇന്നത്തെ ഇടയന്മാർക്ക് ഇതൊന്നും ഒരു വിഷയമില്ല. അവർക്ക് ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എൻ്റെ കറക്കം. 10 ചക്രം കിട്ടാനുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യമൊക്കെ കൊള്ളാൻ, ചക്രമൊക്കെ കിട്ടും, കോടികൾ കിട്ടിയെന്ന് വരും, അവസാനം അതിൻ്റെ കൂടത്ത് നരകവും കൂടി കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം, മനഃപൂർവമായും ദുരാഗ്രഹത്തോടുമല്ല, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുമല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നു, മാതൃക കാണിച്ച് നടക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഞാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ വായിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ട്. ഞാൻ എപ്പോഴും വായിക്കുന്നതാണെങ്കിലും അത് എപ്പോഴും എത്ര വായിച്ചാലും കുഴപ്പമില്ല. കാരണം അങ്ങനത്തെ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് സഭ മാറ്റപ്പെട്ട് കിടക്കുക. അതുകൊണ്ടായി പറയുന്നു. വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാർ അവരോട് ചേർന്ന് കയ്യായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനു അതിഷ്ടമാകുന്നു. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? അവസാനം യിരെമ്യാവ് 5:30-31 ഇനി അതിൻ്റെ 6:13-14 അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗിരികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ലഘു ചികിത്സ, ലഘു ചികിത്സ, ലഘു ചികിത്സ. ഇപ്പൊ വയറിന് ഒരു ഇരുമ്പിന്റെ കഷ്ണം വയറിൽ പോയെന്ന് വെച്ചു, അതിന് ലഘു ചികിത്സയാണോ വേണ്ടേ? അതിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കണം. അതുപോലെ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്. ഒരു ക്യാൻസർ പേഷ്യന്റിന് കീമയും അതുപോലുള്ള വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുന്ന ചില പ്രതിവിധികൾ അതൊക്കെ ചെയ്യുക. രക്ഷപ്പെടണമെന്നില്ല, ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം. അതുപോലെ രോഗത്തിന് ഏറ്റ ചികിത്സ, ലഘു ചികിത്സ ഒന്നിനും പരിഹാരമല്ല. സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. യിരെമ്യാവ് 8:10-11 അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗിരികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘു ചികിത്സ നടത്തുന്നു. ലഘു ചികിത്സ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം സ്തോത്രം എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാനത് നോട്ട് ചെയ്തു. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്.
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം. വളരെ പ്രാർത്ഥനയോടെ ഇതൊന്ന് കേട്ടാലും എൻ്റെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ, എല്ലാം വായിക്കുന്നില്ല, 23 വായിക്കണം. സമയമുള്ളവർ 23 വായിച്ച്, ഇല്ലെങ്കിൽ 23 തന്നെ വായിക്കുക. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്രാ, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശത്തായിരിക്കും. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളൊക്കെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ എന്തു ചെയ്യുന്നു? നോക്കിക്കാണാതെ വണ്ണം മറിച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം പ്രവചിച്ച് കള്ളപ്രശ്നം പറഞ്ഞു. യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മായം തേക്കുന്നു. ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയും അന്യമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ലതാനും.